നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉണ്ട്. നമസ്കാരം ശ്രീമതി പ്രവിത. നമസ്കാരം. മാത്തൂർ പഞ്ചായത്ത് കാർഷിക മേഖലയാണ്. ആരോഗ്യത്തിനും കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 16 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. പൂർണ്ണമായും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് കൂടുതലായും പഞ്ചായത്തിലുള്ളത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മാത്തൂർ പഞ്ചായത്തില് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നെൽകൃഷിയാണ്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ നെൽകൃഷി കൂടുതലായിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മള് പഞ്ചായത്ത് നെൽകർഷകർക്ക് ഉഴവുകൂലി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പാടശേഖര സമിതികൾക്കും നെല്ല് കൊയ്തു വരുമ്പോൾ അതിന്റെ ഈർപ്പം കുറയ്ക്കാനും അത് വൃത്തിയാക്കാനുള്ള മെഷീൻ വിന്നോവർ എന്ന് പറയുന്ന മെഷീൻ നമ്മൾ എല്ലാ പാടശേഖര സമിതികൾക്കും നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് കൃത്യമായി പച്ചക്കറി കൃഷി, അതുപോലെ നമ്മുടെ ചെണ്ടുമല്ലി കൃഷി, കൂൺ കൃഷി, മാത്തൂർ മഷ്റൂം എന്ന പേരിൽ കൂൺ കൃഷി, സ്വന്തമായ ഒരു ബ്രാൻഡ് കൂൺ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാത്തൂർ മഷ്റൂമിന്റെ തന്നെ കൂൺ കൃഷിയുടെ അച്ചാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകി ഇവിടെയുള്ള വിവിധ രീതിയിലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവ കൃഷി ഏറ്റവും കൂടുതലായിട്ട് ജൈവ കൃഷി ചെയ്യുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ഈ മാത്തൂർ പഞ്ചായത്തിൽ. അതിൽ ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് രഘു എന്ന ഒരു കർഷകൻ രക്തശാലി അരി, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു രക്തശാലി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി നല്ലൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പഞ്ചായത്തിന്റെ ഭരണസമിതി ഊന്നൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നുള്ള മേഖലയ്ക്ക് തന്നെയാണ് ഊന്നൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് പഞ്ചായത്തിൽ എത്തുന്ന ആളുകൾ സർ, മാഡം, അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല. ആ ഒരു വാക്കുകളൊക്കെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ വാക്കുകളൊക്കെ പഞ്ചായത്ത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം? ഈ ഭരണസമിതി വന്ന ശേഷം നമ്മള് കൃത്യമായി ഞങ്ങളൊക്കെ, ഞാൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ, അതുപോലെ മെമ്പർമാരൊക്കെ നമ്മുടെ സീറ്റുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പൊതുജനങ്ങൾ വരുമ്പോൾ അവര് നമ്മളെ വന്ന് സാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഉള്ളിൽ പോയി സാർ എന്നൊക്കെ പറഞ്ഞ് മാഡം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾക്ക് അതിലൊരു ചെറിയ അപാകതകളൊക്കെ തോന്നി. ഞങ്ങളോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അവരോടൊപ്പം കഴിഞ്ഞിരുന്ന ആളുകൾ പോലും നമ്മൾക്കൊരു സ്ഥാനം ലഭിക്കുമ്പോൾ നമ്മളെ വന്ന് സാർ, മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ട്, ചെറിയൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്കൊരു തീരുമാനം ഇത് നടപ്പിലാക്കാൻ, അതായത് സാർ, മാഡം എന്നുള്ള വിളി ഒഴിവാക്കാൻ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് എന്നുള്ളത് ഒരു ഭരണസമിതി ഒരു ആലോചന നടത്തി. അതിനുശേഷം നമ്മൾ 31/8/2021 ഭരണസമിതി തീരുമാനപ്രകാരം കൃത്യമായി പഞ്ചായത്തിൽ വരുന്ന ഒരു വ്യക്തിയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയോ സ്റ്റാഫ് അംഗങ്ങളെയോ ആരെയും സാറിനോ മേഡെന്നോ വിളിച്ച് അവരുടെ സേവനങ്ങൾക്ക് വരുമ്പോൾ, ഒരു കത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും വന്ന് അത് സേവനങ്ങൾക്ക് വരുമ്പോൾ സാറിനോ മേഡെന്നോ വിളിക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു എന്നുള്ള വാക്കുകളും പദപ്രയോഗങ്ങളും ഒഴിവാക്കണം എന്ന് നമ്മൾക്ക് ആലോചന വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത്. അപ്പൊ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നുള്ള പദപ്രയോഗങ്ങൾ അതിൽ ഉൾപ്പെടുത്താനും വേണ്ടി ഒരു തീരുമാനമുണ്ടായി. നമ്മളെല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെയാണ് ഓരോ ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും ജനങ്ങളുടെ സേവകരാണ് എന്നുള്ള ബോധ്യം
ഈ പഞ്ചായത്തിലെ ഭരണസമിതിക്കുണ്ട്. നമ്മൾ സേവനങ്ങൾ ചെയ്യേണ്ടവരാണ്. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മളൊരു ഉയർന്ന സ്ഥാനങ്ങളിലെത്തി അവർ നമ്മളെ പേടിച്ച് വിളിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. അവരെ പോലെ തന്നെ നമ്മളും ഒരു മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം, നമ്മൾക്കും ഉണ്ടാവണം എന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം. അത് നല്ല രീതിയിൽ തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ആ ഒരു തീരുമാനം എന്ന് പറയുന്നത്. മാഡം, സാർ, അഭ്യർത്ഥിക്കുന്നു തുടങ്ങിയ വാക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ഒരു സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആയുർവേദ ഹോസ്പിറ്റൽ ISO പ്രഖ്യാപിച്ചിട്ടൊക്കെയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. നമ്മൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഒരു ഹോമിയോ ആശുപത്രി ഉണ്ട്. അതിൽ കുടുംബാരോഗ്യ കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ദിവസവും വന്നു പോകുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തില് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് മരുന്ന് ആളുകൾക്ക് പൈസ ഇല്ലാതെ മരുന്നുകൾ നൽകാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമായി പാലക്കാട് ജില്ലയിലെ ഒരു പഞ്ചായത്താണ് കൃത്യമായി ചെയ്തിരിക്കുന്നത്. TB മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്തിയ ഒരു പഞ്ചായത്താണ്. കൃത്യമായി ആശാപ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തി എല്ലാ വീടുകളും സന്ദർശിച്ച് ഓരോ ആളുകളിൽ നിന്നും കൃത്യമായി കഫം ടെസ്റ്റിനെടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് പൂർണ്ണമായും ഇനി TB ഒരാൾക്കും ഇല്ല എന്ന് ഉറപ്പുവരുത്തി TB മുക്ത പഞ്ചായത്ത് എന്നൊരു പ്രഖ്യാപനം കൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോമിയോ ആശുപത്രി ISO നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അതുപോലെ ആയുർവേദ ആശുപത്രി ISO നിലവാരത്തിൽ എത്തിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഹോസ്പിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാനും അതുപോലെ അവിടെ ഈ നമ്മളുടെ യോഗ ക്ലാസ് 2 ബാച്ചുകളിലായി 40ഓളം ആളുകൾക്ക് യോഗ ക്ലാസ് നടത്താനും ഹോമിയോ ആശുപത്രിയിലും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ആയുർവേദ ആശുപത്രിയിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിയിൽ ഒരു ഹെർബൽ ഗാർഡൻ കൂടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ആയുർവേദ ആശുപത്രിയിൽ വന്ന് നമ്മളുടെ ഈ സേവനങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനും അതിനോടൊപ്പം തന്നെ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാനും ഈ ഭരണസമിതിക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണമൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? മിയാവാക്കി പദ്ധതി വരവൽക്കരണം അടക്കം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതെ, നമ്മള് കൃത്യമായി എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യൽ എന്നുള്ളത് കേരള സർക്കാരിന്റെ ഒരു വലിയ ലക്ഷ്യത്തോടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷെ ഇതിനു മുൻപേ ഒരു മുഴം മുൻപേ തന്നെ മാത്തൂർ പഞ്ചായത്ത് 2021 ഈ ഭരണസമിതി 20 വന്നു. 21 തന്നെ കൃത്യമായി ഗ്രീൻ മാത്തൂർ ക്ലീൻ മാത്തൂർ എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. അത് എല്ലാ 16 വാർഡുകളിലും കൃത്യമായി വാർഡ് മെമ്പർമാരുടെ, ക്ലബ്ബ് ഭാരവാഹികളുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, ആശാപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്ത് ടൺകണക്കിന് മാലിന്യങ്ങൾ കയറ്റി അയച്ചു 2021 ഞങ്ങൾ. അതിനുശേഷം നിരന്തരമായി ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് സർക്കാരിന്റെ ഈ മാലിന്യ ലക്ഷ്യങ്ങളുമായി സർക്കാർ നമുക്ക് പല നിർദ്ദേശങ്ങളും എല്ലാ പഞ്ചായത്തുകളും ചെയ്യാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന 32 പേരും 16 വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട്. നല്ല മികച്ച ഹരിതകർമ്മ സേന അംഗങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ മിനി MCFകളുണ്ട്. നല്ലൊരു ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു MCF തന്നെ നമുക്ക് ഉണ്ട്. അതില് ബെയിലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. നമ്മള് വരുന്ന ഹരിതകർമ്മ സേന അംഗങ്ങൾ കളക്ട് ചെയ്യുന്ന എല്ലാ മാലിന്യങ്ങളും മിനി MCFൽ എത്തിക്കുന്നു. അവിടെ നിന്നും കൃത്യമായും MCFൽ എത്തിച്ച് അതെല്ലാം സെഗ്രിഗേഷൻ ചെയ്ത ശേഷം കമ്പനിക്ക്, ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വീടുകളിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലും നമ്മൾക്ക് ബയോ ബിന്നുകളും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ എണ്ണം ആദ്യത്തെ വർഷം നമുക്ക് 100 എണ്ണം, രണ്ടാമത്തെ വർഷം 200 എണ്ണം നൽകാൻ കഴിഞ്ഞു. ഈ വർഷം 140 എണ്ണം നൽകാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അത് നൽകി വരുന്നുണ്ട്. തീർച്ചയായും പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു, പൂർണ്ണമായും ഒരു കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ പ്രശ്നത്തിനൊക്കെ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നത്?
ഏറ്റവും കൂടുതലായിട്ടുള്ളത് നെൽകൃഷി തന്നെയാണ്. പക്ഷെ അതിൽ ആനകളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾക്കില്ല. പക്ഷെ പന്നി ശല്യമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ പന്നി ശല്യം എന്നുള്ളത് ഒഴിവാക്കാൻ കർഷകര് നിരന്തരം നമ്മളെ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ നമ്മള് സർക്കാർ പറയുന്ന രീതിയിൽ പന്നികളെ ഒഴിവാക്കാൻ എന്താണോ ലൈസൻസ് ഉള്ള ആളുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കർഷകരുടെ വലിയ മലയോര പ്രദേശങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നും നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകം ഊന്നു നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മികച്ച പദ്ധതി നിർവഹണത്തിനടക്കം നിരവധി പുരസ്കാരങ്ങളും ആദരവും ഒക്കെ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചത്? ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 2-3 ലക്ഷ്യങ്ങൾ നമ്മൾക്കുണ്ടായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അത് നമ്മൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ 16 വാർഡിലെ ഭരണസമിതി അംഗങ്ങളും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും നാടിന്റെ നന്മയ്ക്കുമായി 16 വാർഡിലെ മെമ്പർമാരും നമ്മളോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് സ്റ്റാഫ് അംഗങ്ങൾ. എന്റെ പഞ്ചായത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഒന്നിനൊന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അവരുടെ വർക്കുകൾ കൃത്യമായി ചെയ്യുക, ഒരു ഫയൽ പോലും പെൻഡിങ് ഇല്ലാതെ കൃത്യമായി ചെയ്യാനും നമ്മളോടൊപ്പം സഹകരിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഭരണസമിതിയുടെ ഒരു കൂട്ടായ പ്രവർത്തനം, അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനവും ഇതിന് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാം ചെയ്യാമെങ്കിലും ഇതെല്ലാം ഒത്തുകൂടി വന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ 4.5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒരു പ്രശംസ ലഭിക്കാൻ കാരണമാക്കിയ കുറെ കാര്യങ്ങൾ മാത്തൂർ പഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂട്ടായ്മയോടുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള വികസന പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് 11 സ്കൂളുകളുണ്ട്. അതിൽ 4 സർക്കാർ സ്കൂളുകളാണ് ഉള്ളത്. അതിലൊന്ന് നമ്മൾക്ക് ഇപ്പോൾ ഒരു ബിൽഡിംഗ് സ്കൂള് നിർമ്മിച്ചു. MLA ഫണ്ടിൽ മുൻ MLA ആയിട്ടുള്ള ഞങ്ങളുടെ പാലക്കാടിന്റെ ഷാഫി പറമ്പിൽ MLA 1,10,00,000 രൂപ നൽകിക്കൊണ്ട് ഞങ്ങൾക്കൊരു പുതിയൊരു സ്കൂള് തണ്ണീരങ്കാട് ഭാഗത്തൊരു സ്കൂള് നിർമ്മിക്കാൻ കഴിഞ്ഞു. അത് ഏകദേശം എല്ലാ പണികളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ഒരു വീശലം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, LP സ്കൂളുണ്ട്. അതിനൊരു സ്ഥലം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞങ്ങള്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് മാത്തൂർ പഞ്ചായത്തിൽ ഒരു സ്വന്തമായിട്ട് ഒരു കൃഷിഭവൻ ഇല്ല. അതൊരു പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലത്താണ് കൃഷിഭവൻ ഉള്ളത്. അപ്പൊ നമ്മൾക്കൊരു കൃഷിഭവൻ വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൃഷിഭവന് സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു കൃഷിഭവൻ തന്നെ അവിടെ നിർമ്മിക്കണം എന്നൊരു ആഗ്രഹവുമുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ഫാം ടൂറിസം. നെൽകൃഷിയൊക്കെ വിപുലമായ രീതിയിൽ മാത്തൂർ പഞ്ചായത്തിലുണ്ട്. അപ്പൊ അതൊരു ഫാം ടൂറിസം ഉപയോഗപ്പെടുത്താൻ എത്രത്തോളം സാധ്യമാകുമോ അത് ചെയ്യാൻ ഒരു ശ്രമം നടത്തണം എന്ന് ഭാവിയില് ഒരു ശ്രമം നടത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. സാധ്യതകൾ ഏറെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് തന്നെയാണ് ഭാവിയിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി പ്രവിത മുരളീധരൻ.